അങ്ങനെ രാവിലെ തന്നെ ലേസം മുരിങ്ങാക്കായ് കൊണ്ടുവന്നിട്ട് ആൾ പറയാണ് കറിയാണ് ഉണ്ടായിക്കൊള്ളുന്ന തന്നെ ഒരു ഐഡിയ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. മുരിങ്ങാക്കായ നല്ല ക്ലീൻ ചെയ്തുകൊണ്ട് കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, അതേമാതിരിക്ക് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഇവിടെ മുറിച്ചുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാട്ടാൻ വേണ്ടിയിട്ട് എണ്ണ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഉള്ളി ഒരു വലിയ സൈസ് 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ചെറിയ ഒരു ചുവന്ന കളർ വരുന്ന വരെയൊക്കെ ഇങ്ങനെ ഇറക്കി കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലിട്ടിട്ടുണ്ട്. ഒന്ന് വാടി വരുന്ന വരെയൊക്കെ നല്ലൊന്ന് ഇളക്കാം. കുറച്ച് സമയം ഉള്ളി ഒന്ന് വാടി ഒന്ന് ദമ്മാകുന്ന വരെയൊക്കെ ഒന്ന് മൂടി വെക്കണം. നല്ലതാണ്. 2 തക്കാളി മിക്സിയിലിട്ടുകൊണ്ട് അടിച്ചു കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നല്ലൊന്ന് ഇളക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഗ്യാസ് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ആ മസാല ഒന്നുകൊണ്ട് വേവാണ്. ചെറുതായിട്ടൊന്ന് വേവട്ടെ. മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട്. മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് വെച്ചോളൂ. കറിവേപ്പിൻ്റെ ഇല, ഉള്ളിയും ചുവന്ന മുളകും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. വറവിടാൻ ഇവിടെ അവിടെ ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ചിങ്ങാണ്ട് കടുകിട്ടുങ്ങാണ്ട് വറവിടാം. തക്കാളി മസാലയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുരിങ്ങാക്കായ ഇതിൽ ഇട്ടെടുക്കാം. മുരിങ്ങാക്കായയിൽ കുറച്ച് വെള്ളം കുറവാണ്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുരിങ്ങാക്കറി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉള്ളി ഒക്കെ ഇട്ടുകാണ്ട്, ഉള്ളിയും ജീരകം ഇട്ടിട്ടുണ്ട്. ഒരു വറവിട്ടുകാണ്ട് ഒരു ഒഴിക്കൽ. കടുക് പൊട്ടിക്കാണ്. കുറച്ച് ജീരകം, വലിയ ജീരകം കേട്ടോ. കരിവേപ്പില വെളുത്തുള്ള ഉള്ളി കൊടുക്കണം. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക.
കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കറി ലേശം എടുത്തിട്ട് എന്ത് ചെയ്യാം, വറവിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പച്ച മറക്കരുത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റിലാണ് മനസ്സിലായത് ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പയിൽ കിടക്കട്ടെ, പാകത്തിന് നോക്കിയിട്ട്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഏതായാലും ഉഷാറായിക്കണേ. ഞാനുണ്ട് ആസ്മയാൻ ഇൻഷാല്ലാ കഴിച്ചു നോക്കിയിട്ട് പറയാം. സൂപ്പർ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ആസിമ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ആസിമ? സാറല്ലേ ആശിഷാജി വന്നിരിക്ക്, നല്ല പന്നിയും കൊടുങ്ങുള്ളൂ. സാറാ സാറായിക്കോ.